നമുക്കിന്ന് മൈദയുടെ മുറുക്കുണ്ടാക്കിയല്ലോ. അതിന് വേണ്ടി ഒരു ഇഡ്ഡലിത്തട്ട് എടുക്കുക. ഇഡ്ഡലിത്തട്ടിൽ നല്ല കോട്ടൺ തുണി ഇടുക. കോട്ടൺ തുണി ഇട്ട് അതിലേക്ക് മൈദ നമ്മൾ ആവശ്യത്തിന് ഇടുക. മൈദ ഇട്ട് ഇഡ്ഡലിത്തട്ടിൽ തുണി മൂടി നേരെ ഇഡ്ഡലിത്തട്ട് അടയ്ക്കുക. ഒരു 10-12 മിനിറ്റ് നന്നായിട്ട് ആവി കയറ്റുക. ആവി കയറി മൈദയുടെയൊക്കെ ഒരു പശ പോയി കഴിഞ്ഞാൽ നേരെ ഒരു പാത്രത്തിലേക്ക് മാറ്റുക. അതിനിട്ട് നന്നായിട്ട് പൊടിച്ച് അരിച്ച് വേറെ പാത്രത്തിലേക്ക് മാറ്റി ഇതിൻ്റെ ആവശ്യത്തിന് ഉപ്പും എള്ളും നല്ല ജീരകവും നാളികേരപ്പാലും ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുക. അത്യാവശ്യം നന്നായി കുഴച്ചിട്ട് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കുക. അത് കഴിഞ്ഞ് നമുക്ക് എന്നിട്ട് സേവനാഴി എടുക്കുക. സേവനാഴിൽ നന്നായിട്ട് എണ്ണ പറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ കുഴച്ച് വെച്ച മാവ് ഇതിലേക്ക് ഇടുക. എന്നിട്ട് സേവനാഴി അടയ്ക്കുക. എന്നിട്ട് അടുപ്പിലേക്ക് പാൻ കയറ്റുക. പാനിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി വരാൻ നേരത്ത് നമുക്ക് നേരെ സേവനാഴി ഡയറക്റ്റായിട്ട് എണ്ണയിലേക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കുക. ഒരു ഭാഗം മുരിഞ്ഞ് വന്ന നേരത്തെ നമുക്ക് അപ്പുറത്തെ ഭാഗം മറിച്ചിടുക. അതും നന്നായിട്ട് അങ്ങോട്ട് മറിച്ചിട്ടതിന് ശേഷം നമ്മൾ ആയി വരാൻ നേരത്ത് അല്ലാതും വെളിച്ചെണ്ണയിൽ നിന്ന് കോരി നമ്മൾ വേറെ പാത്രത്തിലേക്ക് അല്ലാതും മാറ്റുക. ഇതേപോലെ എല്ലാ മുറുക്കും വെളിച്ചെണ്ണയിൽ നന്നായി വറുത്തെടുക്കുക. നമ്മൾ മുറുക്ക് റെഡിയായി.